ജെയിംസ് സാറെ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും യുദ്ധം അയയുന്ന ഒരു മട്ടില്ല. പക്ഷെ പല കോണുകളിൽ നിന്നും യുദ്ധം അതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞേക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ കേസിലാണെങ്കിലും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇറാൻ പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളുമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. പക്ഷേ അതേസമയം അമേരിക്ക പറയുന്നു, പീറ്റ് ഹെഗ്സത്ത് ആണെങ്കിലും മറ്റ് പരാമർശങ്ങൾ വരുന്നത് ഈ യുദ്ധം അത് ഒട്ടും വിട്ടുകൊടുക്കില്ല. പക്ഷേ ഒരു ഭരണമാറ്റം എന്ന നിലയിൽ ആരംഭിച്ച ആ യുദ്ധം ഇപ്പോൾ ആ ഭരണമാറ്റത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ആർക്കും ഇല്ല എന്ന ഒരു നിലയിലേക്കല്ലേ പോകുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഹായ്. ഒരു കാര്യം വളരെ വ്യക്തമാവുന്നത്, ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. പ്രത്യേകിച്ച് ഗൾഫ് അറബ് രാജ്യങ്ങളിലേക്ക് US ബേസിൻ്റെ പേരിലാണെങ്കിലും പലയിടത്തേക്കൊക്കെ വഴിതെറ്റി മിസൈലൊക്കെ പതിച്ചത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും രോഷവും ഗൾഫ് അറബ് രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സൗദി, UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള ഇറാഖ്, ഇങ്ങനെ തുടങ്ങി ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ഇറാനോട് ഒരു ചെറിയ സിമ്പതി ഉണ്ടായിരുന്നു. പക്ഷേ ആ സിമ്പതിയൊക്കെ കളയുന്ന രീതിയിൽ അതാത് രാജ്യങ്ങളിൽ കയറി ആക്രമിച്ചത് ദോഷം ചെയ്തുവെന്ന് ഇറാനും വിലയിരുത്തുന്നു. ഇതിനെതിരെ അതിരോഷം, കാരണം വേണ്ടി വന്നാൽ ഞങ്ങളെ ചെറുക്കും, ആക്രമിക്കുമെന്ന് പറഞ്ഞില്ലെങ്കിലും ഏതാണ്ട് ആക്രമണത്തിന് തുല്യമായ ഭീഷണി GCC രാജ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ തരത്തിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലും. ഇറാൻ്റെ സൈനിക സമുച്ചയം തകർത്തിട്ടുണ്ട് ഈ മണിക്കൂറുകളിൽ. തിരിച്ച് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് ഇറാൻ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ തകർച്ചകൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആക്രമണം ഇറാൻ കഴിഞ്ഞാൽ നടക്കുന്നത് ലെബനോനിലാണ്. ലെബനോനിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ വലിയ ആക്രമണം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിൽ കുറവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ US ബേസിലേക്ക് മാത്രമേ ആക്രമണം നടത്തുന്നുള്ളൂ എന്ന് ഇത് ചെയ്യുന്നത് ആ പരിഭ്രാന്തിക്ക് വകയില്ല ഇനി ഗൾഫിൽ എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും ഇറാനിൽ നിന്ന് മറ്റേ എണ്ണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുറമുഖത്തേക്ക് മറ്റൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഹാഷ്മി, ക്രിസ്റ്റീന, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാൻ്റെ കപ്പൽ അവിടെ ശ്രീലങ്കയുടെ തീരത്ത് അമേരിക്ക ടോർപിഡോ വെച്ച് തകർത്തതാണ്. ഒരുപക്ഷെ അത് വലിയ ചർച്ചയായിരിക്കുന്നത് മാത്രമല്ല, ഇന്ത്യക്ക് നേരെ ആക്രമണം, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷവും ലോകമെമ്പാടും ഇന്ത്യയുടെ ഇതിൽ സേനാഭ്യാസത്തിലൊക്കെ പങ്കെടുക്കാൻ എത്തിയ കപ്പലാണ് മുക്കിയത്. 87 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് 32 പേരെ രക്ഷപ്പെടുത്തിയെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വളരെ ആശങ്കയോടെയും ആകാംക്ഷയോടെയും കാണേണ്ട കാര്യമാണ്. ശ്രീലങ്കൻ തീരത്ത് എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ ബാക്ക് യാർഡിലാണ്. ഒരുപക്ഷെ ഇന്ത്യ എല്ലാ കാലത്തും ഒരു യുദ്ധമുണ്ടായാൽ പേടിക്കുന്ന ഒരു പ്രദേശമാണത്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഹമ്പൻ തോട്ട എന്ന തുറമുഖം വിട്ടുകൊടുത്തു. 99 വർഷത്തേക്കാണ് ചൈന നമ്മുടെ ബാക്ക് യാർഡിൽ കിടക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീലങ്ക നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ മേഖലയായിരുന്നു. അപ്പോൾ ഒരു യുദ്ധമുണ്ടായ അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ എത്താൻ പറ്റുന്ന ഇതാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ കൊച്ചിയിൽ വന്ന് എണ്ണയടിക്കാനിരിക്കുന്ന കപ്പലാണ് മുക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ അമേരിക്കയുടെ ഒരു സബ്മറൈൻ, ആണവ സബ്മറൈൻ നമ്മുടെ ബാക്ക് യാർഡിൽ വന്ന് ഇത്രയും തന്ത്രപരമായി കിടന്ന് 8 കിലോമീറ്ററാണ് ഈ ടോർപിഡോ പ്രയോഗിക്കാനുള്ള ദൂരം. അപ്പോൾ വളരെ അടുത്തു നിന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. 1500 കിലോ തൂക്കമുണ്ട്, 6 മീറ്റർ ഉണ്ട് അതിൻ്റെ വലിപ്പം. അങ്ങനെ ഒരു ടോർപിഡോയുമായി ഈ ആണവ കപ്പൽ അല്ലെങ്കിൽ ആണവ അന്തർവാഹിനി വന്നു കിടന്നത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. ഒപ്പം ഒരുപക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് 1971 ഡിസംബർ 9 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബംഗ്ലാദേശിന് വേണ്ടിയുള്ള യുദ്ധം നടക്കുമ്പോൾ 13 ദിവസം കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ തറ പറ്റിച്ചു. പക്ഷെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് INS കുക്രി എന്ന ഇന്ത്യയുടെ പ്രശസ്തമായിട്ടുള്ള യുദ്ധക്കപ്പൽ പാകിസ്ഥാൻ മുക്കിയതാണ്. അതും ഇതുപോലെ തന്നെ ടോർപിഡോ വെച്ചാണ് സബ്മറൈൻ അന്തർവാഹിനിയിൽ നിന്ന് 3 ടോർപിഡോ ആണ് വന്ന് ചെയ്തത്. അതിൽ 194 സൈനികർ, അതിൽ 18 പേർ ഓഫീസർമാരായിരുന്നു. അതിലൊരുപക്ഷെ ചരിത്രമായി മാറിയത് അതിൻ്റെ ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല. അദ്ദേഹം എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ശേഷം ഞാൻ കപ്പലിനൊപ്പം, ക്യാപ്റ്റൻ ഒരിക്കലും കപ്പലിനെ ഉപേക്ഷിക്കാറില്ല എന്നാണത്, കപ്പലിനൊപ്പം മുങ്ങിയ ചരിത്രം ഒരുപക്ഷെ ഇന്ത്യൻ സേന മാത്രമല്ല ലോകമെമ്പാടും വലിയ പ്രകീർത്തിക്കപ്പെട്ടതാണ്. അദ്ദേഹം ഭഗവത്ഗീത വായിച്ചുകൊണ്ട് താഴോട്ട് പോവുകയായിരുന്നു. പിന്നീട് അത് ഗോവയ്ക്കടുത്തുള്ള ദിയുവിൽ വെച്ചാണ്
സംഭവം ഉണ്ടായത്. അതുപോലെ ഒരു കപ്പലുണ്ടാക്കി അവിടെ ഇപ്പോൾ ഒരു മ്യൂസിയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്നും ടോർപിഡോ ആണ് ലോകമെമ്പാടും ചെയ്യുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇങ്ങനെയുള്ള അറ്റാക്ക് നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യുക്രൈൻ യുദ്ധത്തിലും ഈ തരത്തിൽ മറ്റേ മിസൈലുകൾ വെച്ചാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. ഈ ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ടുള്ള തകർക്കൽ ഒരുപാട് കാലത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ നാണക്കേടാണ്. കാരണം നമ്മുടെ ഇതിൽ വന്ന് നമ്മുടെ ഇതിൽ പങ്കെടുത്ത് നമ്മൾ വലിയ വീരോചിതമായ സ്വീകരണം കൊടുത്തു പോയ ഇറാൻ യുദ്ധക്കപ്പലാണ് മുക്കിയത്. സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് പ്രതികരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അതൊരു വല്ലാത്ത സംഭവമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ലെബനോനിലേക്ക് നടത്തുന്ന ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നുവെന്ന് മാത്രമല്ല കരയുദ്ധത്തിൻ്റെ ലെവലിലേക്ക് അത് പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് ഭാഗങ്ങൾ ലെബനോൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരുപക്ഷെ സെനറ്റിലെ ഇതിൽ ഒരു 6 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവിടെ വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് മൂക്കയറിടണം എന്നുള്ള ചിന്തയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരാൾ തന്നെ കാലുമാറി വോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ വരുന്നത് അടുത്ത ദിവസങ്ങളിൽ യുദ്ധം രൂക്ഷമായാൽ ഒരുപക്ഷെ ഇനിയും പ്രമേയം വന്നേക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി യുദ്ധം നടത്തുന്നതിനെതിരെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് അനുകൂലമായി അവരുടെ പാർട്ടിക്കാർ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നല്ലാതെ അവിടുത്തെ ജനങ്ങളുടെ വലിയ എതിർപ്പ് അവിടെ നിലനിൽക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.